ഇന്ന് ബാലകാണ്ഡത്തിലെ രാമായണ മഹാത്മ്യം എന്ന ഭാഗം വായിക്കാം. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാത. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടു ഗൗവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും. അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധനാകിലും ഉടൻ മുക്തനായി വന്നു കൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മി മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്ത വാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നു.